ഹലോ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സർഫസ് ഇൻറ്റഗ്രൽസ് ആണ്. അപ്പോൾ സർഫസ് ഇൻറ്റഗ്രൽസ് എന്നുള്ള ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം എന്താണ് ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്നത്. ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ഫംഗ്ഷനെ ഒരു പല പല കൺസെപ്റ്റ്, ഏരിയ, ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്പേഴ്സിനെ ഫംഗ്ഷനിലേക്ക് അസൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഇൻറ്റഗ്രൽസ്. അതിൽ തന്നെ നമ്മൾ പലത് കണ്ടുപിടിക്കുന്നുണ്ട്. ലൈൻ ഇൻറ്റഗ്രൽസ്, സർഫസ് ഇൻറ്റഗ്രൽസ്, അങ്ങനെ ഒരു ഇഷ്ടംപോലെ വോളിയം ഇൻറ്റഗ്രൽസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ലൈൻ ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ലൈൻ ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽസ് എല്ലാം എന്തായിരിക്കും? ഒരു കർവ് ആയിരിക്കും. നമ്മൾ അവിടെ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ഫംഗ്ഷൻ കാണും. ഇൻറ്റഗ്രേറ്റിംഗ് ദ ഫംഗ്ഷൻ അലോങ് എന്തായിരിക്കും? കർവിൽ. അപ്പോൾ ഒരു കർവ് വഴിയുള്ള അലോങ് എ കർവ് നമ്മൾ ഒരു ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ലൈൻ ഇൻറ്റഗ്രൽ എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഹയർ ഡയമെൻഷണൽ വേർഷനാണ് ആരെന്ന് പറയുന്നത്? സർഫസ് ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന അപ്പോൾ എവിടേക്കായിരിക്കും? അലോങ് ഓവർ സർഫസ് ആയിരിക്കും. അപ്പോൾ ഒരു ശകലം ലൈൻ ഇൻറ്റഗ്രൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് സർഫസ് ഇൻറ്റഗ്രൽസിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ശകലം കോംപ്ലക്സിറ്റി കൂടുതൽ കാണും. കാരണം വെച്ചാൽ ഹയർ ഡയമെൻഷനിലാണ്. അതൊരു ലൈൻ ഇൻറ്റഗ്രലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സിമ്പിൾ ഇൻറ്റഗ്രലിനെ നേരെ നമുക്ക് എങ്ങോട്ടേക്കാണ്? ജനറൽ കേർവ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് അവിടെ തരുന്നത്. അപ്പോൾ സർഫസ് ഇൻറ്റഗ്രൽസിലേക്ക് വരുമ്പോഴത്തേക്ക് അത് എന്തിലേക്കാണുള്ള ഒരു ഐഡിയ തരുന്നത്? ഡബിൾ ഇൻറ്റഗ്രലിനെ നേരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന എങ്ങോട്ടേക്കൊരു സർഫസിലേക്ക് ഉള്ള ഒരു കൺസെപ്റ്റാണ്, ആ ഒരു ഐഡിയ ആണ് അവിടെ തരുന്നത് നമ്മളുടെ സർഫസ് ഇൻറ്റഗ്രൽസിൽ. അപ്പോൾ നമ്മുടെ മെയിൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സർഫസ് ഇൻറ്റഗ്രൽസ് എന്താണെന്നും എങ്ങനെ സർഫസ് ഇൻറ്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ എന്താണ് സർഫസ് ഇൻറ്റഗ്രൽസ്? അപ്പോൾ നമുക്ക് സർഫസ് ഇൻറ്റഗ്രൽസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കണ്ടുപിടിക്കണമെങ്കിൽ സർഫസ് ഇൻറ്റഗ്രൽസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ആ സർഫസിൽ ഡിവൈഡ് ചെയ്യും. ആക്ച്വലി ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ആക്സിൽ നമ്മളൊരു സർഫസ് ഡിഫൈൻ ചെയ്യും. ആ സർഫസിനെ നമ്മൾ ലൈൻ ഇൻറ്റഗ്രൽസ് കണ്ടുപിടിക്കുന്ന അതേ രീതി തന്നെ നമ്മൾ പാർട്സ് ആയിട്ട് എത്ര ചെറുതായിട്ട് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് അതിൽ ഒരു ചെറിയൊരു പാർട്ട് നമ്മൾ എടുത്തിട്ട് അവിടെ അവിടുത്തെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ത്രൂ ഔട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓവർ സർഫസിലുള്ള സർഫസ് ഇൻറ്റഗ്രൽ വാല്യൂ നമുക്ക് കിട്ടും. അതേ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഏത് പാർട്ടാണ് എടുക്കുന്നത് അവിടെ നമ്മളൊരു ഫംഗ്ഷൻ, ഈ സർഫസിൽ തന്നെ ഒരു ഫംഗ്ഷൻ കാണും. ആ ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഹൈ ഡയമെൻഷനിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളൊരു സർഫസിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. f(x,y,z) എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. ആ ഫംഗ്ഷനെ ത്രൂ ഔട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ വെച്ച് നമുക്ക് എന്ത് പറയാം? നമ്മുടെ സർഫസ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? സർഫസ് ഇൻറ്റഗ്രൽ എന്തായിരിക്കും വരുന്നത്? the double integral over s f(x,y,z) ds. ഇതിൽ s എന്ന് പറയുന്നത് ആരാണ്? നമ്മളുടെ സർഫസ് ആണ്. അപ്പോൾ ds എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇവിടുത്തെ ആ ഒരു ചെറിയ പാർട്ടിൻ്റെ, അതായത് നമ്മളുടെ n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിലെ ആ ചെറിയ പാർട്ടിൻ്റെ ഏരിയയാണ് എന്ത് പറയുന്നത്? ds എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്. അപ്പം അതിനെ ത്രൂ ഔട്ട് ഓവർ ദ സർഫസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സർഫസ് ഇൻറ്റഗ്രൽ കിട്ടും. അപ്പോൾ ഒരു സർഫസ് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫംഗ്ഷൻ, ഏത് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടെ ആരിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്? നമ്മുടെ സർഫസിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. f(x,y,z) ഡിഫൈൻ ചെയ്തു ഇൻറ്റു എന്ത് ചെയ്യുക? ds. എന്നിട്ട് അതിനെ ത്രൂ ഔട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഈ സർഫസിനെ പാർട്സ് ആയിട്ട്, പാർട്ടെന്ന് ഇൻഫൈനൈറ്റ്ലി എത്ര ചെറുതാക്കാൻ പറ്റും അതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ ഒരു ചെറിയ പാർട്ടിൻ്റെ ഏരിയ ആണ് എന്ന് പറയുന്നത് ഈ ds എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ചെറിയ പാർട്ടിൻ്റെ കണ്ടുപിടിച്ച് ത്രൂ ഔട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? അതിൻ്റെ സർഫസ് ഇൻറ്റഗ്രൽ കിട്ടും. നമ്മൾ ഏരിയ കൺസെപ്റ്റ് ഇൻറ്റഗ്രേഷനിലെല്ലാം നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. അതേപോലെ ഒരു കാര്യം തന്നെ ഉള്ളൂ ഇവിടെ. അപ്പോൾ സർഫസ് ഇൻറ്റഗ്രലിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് സർഫസ് ഇൻറ്റഗ്രൽസ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് പാരാമീറ്ററൈസേഷൻ മെത്തേഡ്, അതായത് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ ലൈൻ ഇൻറ്റഗ്രലിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അലോങ് എ കർവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് അലോങ് എ കർവ് ആണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വേരിയബിൾ
ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ രീതിയിൽ ഒരു വേരിയബിൾ വെച്ച് തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, ഡബിൾ ഇൻ്റഗ്രലിനെ എന്താണ് നേരെ സർഫസിലേക്ക് നമുക്ക് ആ ഒരു എക്സ്റ്റെൻഡ് ഐഡിയ ആണ് ഇവിടെ തരുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, നമുക്ക് രണ്ട് വേരിയബിൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് പാരാമീറ്റേഴ്സ് എപ്പോഴും നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും, യു വി അങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളിവിടെ യു വി എന്ന് പറഞ്ഞ രണ്ട് പാരാമീറ്റേഴ്സ് എടുക്കുകയാണ്. അത് വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ സർഫസ് ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. രണ്ട് രീതിയിൽ, കുറേ പാരാമീറ്ററൈസേഷൻ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ നമ്മുടെ സർഫസിനെ നമുക്കൊരു എന്താ പറയുക, കാർട്ടീഷ്യൻ പ്ലെയിൻ XY പ്ലെയിനിലേക്ക് ആക്കിയിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പഠിച്ച രീതി വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ പാരാമീറ്ററൈസേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം, എങ്ങനെ സർഫസ് ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സർഫസ് എപ്പോഴും ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു കോർഡിനേറ്റ് കാണുമല്ലോ ആ സർഫസിലുള്ളത്. അപ്പോൾ ആ സർഫസിലുള്ള കോർഡിനേറ്റ് ഒരു വെക്ടറും ഉണ്ട്, R എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുകയാണ്. ആ വെക്ടർ, ഇതിൻ്റെ അർത്ഥം വെക്ടർ കൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണ്. ഇതാണ് ആ സർഫസിലെ വെക്ടർ എന്ന് പറയുന്നത്. R is equal to വെക്ടറാണ് കേട്ടോ, X of UV, Y of UV, Z of UV. ആക്ച്വലി ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സർഫസിലെ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന R is equal to എങ്ങനെ ആയിരിക്കും, XI plus YJ plus ZK എന്നാണ്. ഇവിടെ അത് എന്താണ് പാരാമീറ്ററൈസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് X of UV, Y of UV, Z of UV എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനെ തന്നെ ഈ XI plus YJ plus ZK നമ്മൾ വെക്ടർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന X, Y, Z ഈ രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് തന്നെ ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പാരാമീറ്റേഴ്സ് എന്താണ്, U and V ആണ്. അപ്പോൾ ആ പാരാമീറ്റേഴ്സിലാക്കിയത് കൊണ്ടാണ് ഇതിനെ ഈ ഫോമിൽ നമ്മൾ എഴുതേണ്ടി വരുന്നത്. അപ്പോൾ R is equal to X of UV, Y of UV, Z of UV. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു യുയിലും വിത്ത് റെസ്പെക്ട് ടു വിയിലും ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ആർ യു എന്ന് പറയുന്നത് എന്താണ്, ഡോ ആർ ബൈ ഡോ യു, അതായത് വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരുന്നത്, DX ബൈ DU, DY ബൈ DU, DZ ബൈ DU. അതുപോലെ ആർ വി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ആറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്, DX ബൈ DV, DY ബൈ DV, DZ ബൈ DV. ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പം ഫസ്റ്റ് നമ്മളപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ അവിടെ എന്താണ്, ആ സർഫസിലൊരു സർഫസിലുള്ള ഒരു കോർഡിനേറ്റ്, അതായത് വെക്ടറിൻ്റെ ഫോമിലാണ് നമ്മൾ എഴുതുന്നത്. അതിനെ X of UV, Y of UV, Z of UV എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, RU RV കണ്ടുപിടിക്കുക. നമ്മൾ ഏതാണോ കോർഡിനേറ്റ് എടുക്കുന്നത് അതനുസരിച്ച്, പാരാമീറ്റേഴ്സ് UV എന്നാണെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ട് അവരെ രണ്ടുപേരും ഡിഫറൻഷ്യേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. എന്തിനാണെന്നുള്ളതൊക്കെ നമ്മൾ പറയാം. അപ്പോൾ RU ക്രോസ് RV കണ്ടുപിടിക്കുക. നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്ന ഡിറ്റർമിനൻ്റ് അനുസരിച്ചാണെന്ന് പറയാം. IJK ഫസ്റ്റ് എന്താണ്, RUവിൻ്റെ കോർഡിനേറ്റുകളെല്ലാം എഴുതി. സെക്കൻഡ് എന്താണ്, RVയുടെ കോർഡിനേറ്റ്, നമ്മളിപ്പോൾ ഇവിടെ RVയുടെ കോർഡിനേറ്റ്സ് എല്ലാം ഉണ്ട്, അതെല്ലാം ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിനൊരു വാല്യൂ കിട്ടുമല്ലോ. ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ മോഡുലസ് വാല്യൂ ഇൻറ്റു DU DV ആണ് ആരെന്ന് പറയുന്നത്, നമ്മളുടെ DS. നമുക്കറിയാം നമ്മളുടെ ഇൻ്റഗ്രൽ, സർഫസ് ഇൻ്റഗ്രൽ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് XYZ DS ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫംഗ്ഷൻ, അപ്പോൾ നമ്മൾ പാരാമീറ്ററൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഏരിയ, ഈ ഒരു DS എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അതിനെയും പാരാമീറ്ററൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ വരുന്നത്, DS is equal to സം RU ക്രോസ് RVയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എന്താണ്, DU DV. അതാണ് DSൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു DSൻ്റെ വാല്യൂ ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ബാക്കി ഇനി നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. XYZന് F of XYZ എങ്ങോട്ടേക്ക് മാറി, ട്രാൻസ്ഫോം ചെയ്ത് F of Rലേക്ക് മാറി. അപ്പോൾ F of R നമ്മുടെ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് മാറും, F of ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S F of XYZ DS is equal to എങ്ങനെ വരും, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ S F of R mod RU ക്രോസ് RV ഇൻറ്റു DU DV. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വന്നതെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്കൊരു പ്രോബ്ലം തന്നാൽ നമ്മൾ അതിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ ഒരു വെക്ടർ ഡിഫൈൻ ചെയ്യുക, R എന്ന് പറഞ്ഞ്. അത് പാരാമീറ്ററൈസ് ചെയ്ത രീതിയിൽ, നമ്മളിപ്പോൾ പാരാമീറ്ററൈസേഷൻ മെത്തേഡ് പഠിക്കുന്നതുകൊണ്ടാണ്, വളരെ സിമ്പിൾ മെത്തേഡാണ്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പം അതിനെ എന്താണ്, ഫസ്റ്റ് പാരാമീറ്ററൈസ് ചെയ്ത് ഈ രീതിയിൽ എഴുതുക, X of UV, Y of UV, Z of UV. എന്നിട്ട് എന്ത് ചെയ്യുക, RU RV, നമ്മൾ ഏത് പാരാമീറ്ററാണ്, UV എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ പോളാർ കോർഡിനേറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് തീറ്റ ഫൈ എന്നൊക്കെ ആയി മാറും അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താണ്, ആ രീതിയിൽ നമ്മൾ ഓരോ ഫസ്റ്റ് നമ്മുടെ വെക്ടർ ഡിഫൈൻ ചെയ്യുക,
ആഫ്റ്റർ ദാറ്റ് അതിനെ യുവിലും വിയിലും നമ്മുടെ ഏതാണ് പാരാമീറ്റേഴ്സ് എടുത്തേക്കുന്നത് അതിൽ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് എടുത്ത് ഡി യു ഡി വി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന് ഡി എസ് കിട്ടുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ അതിൽ നിന്ന് അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ സർഫസ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഇതാണ്. സർഫസ് ഇൻറ്റഗ്രൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ഈക്വൽ ടു എങ്ങനെ വരും? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് ആർ, അതായത് നമ്മുടെ ഫംഗ്ഷൻ എക്സ് വൈ സെഡിലുള്ളത് ആരായിട്ട് മാറി? ആർ എന്ന് പറയുന്ന ഒരു വെക്ടറിലേക്ക് മാറി. ഇൻറ്റു എന്ത് ചെയ്യാം? ഇത്രയുമാണ് ഡി എസിൻ്റെ വാല്യൂ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് എന്താണ് വളരെ എളുപ്പത്തിൽ തന്നെ പാരാമീറ്ററൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സർഫസ് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും. വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വെക്ടർ, നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതിലാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ എന്ന് തോന്നുന്ന മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നിങ്ങൾ പ്രോബ്ലം ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ജനറൽ കേസ് കൂടെ പറയുകയാണ്. അതായത് ഇഫ് എഫ്, നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ സർഫസ് ഇൻറ്റഗ്രൽ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് ആണോ നമ്മൾ പറഞ്ഞു. ഇതിൽ നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു 1 ആണ്. കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു 1 എന്നാണെങ്കിൽ ഇത് എങ്ങനെയായിട്ട് മാറും? ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി എസ് എങ്ങനെയായിട്ട് മാറും? നമ്മളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി എസ് എന്നായിട്ട് മാറും എഫ് 1 ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സർഫസ് ഏരിയ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ്? കാരണം നമുക്കറിയാം നമ്മളുടെ സർഫസ്, ഞാൻ മുന്നേ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു സർഫസ് എടുക്കുകയാണ്. ഇതാണെന്ന് വെച്ചു നമ്മളുടെ പ്ലെയിനിലുള്ള സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ n പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതിൻ്റെ ഒരു ഏരിയ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്താ ചെയ്യണത്? ഇതിൻ്റെ ഒരു ചെറിയ പാർട്ട് എടുത്തിട്ട് അതിൻ്റെ കണ്ടുപിടിച്ചിട്ട് ത്രൂ ഔട്ട് എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹോൾ സർഫസിലുള്ളത് അതിൻ്റെ വാല്യൂ, ഇൻ്റഗ്രൽ വാല്യൂ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ അതാണല്ലോ നമ്മൾ, അപ്പോൾ ഇതിൻ്റെ ചെറിയ പാർട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡി എസ് ആണെങ്കിൽ ത്രൂ ഔട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഓവർ ദ സർഫസ് എസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? സർഫസ് ഏരിയ. അപ്പോൾ നമ്മുടെ സർഫസ് ഇൻ്റഗ്രൽ ഫംഗ്ഷൻ, സർഫസ് ഇൻ്റഗ്രലും സർഫസ് ഏരിയയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? അവിടെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫംഗ്ഷൻ വേണം ഓവർ എസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ഓവർ എന്താണ്? ഡി എസ്. അതിൽ ഫംഗ്ഷൻ ഇൻറ്റു എന്താണ്? ആ ഡി എസ് ചെയ്യുമ്പോൾ നമ്മുടെ സർഫസ് ഇൻ്റഗ്രൽ വരുന്നത്. ആ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആകുമ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ആരായിട്ട് മാറും? നമ്മളുടെ സർഫസിൻ്റെ എന്തായിട്ട് മാറും? സർഫസ് ഏരിയ ആയിട്ട് മാറും ഓവർ ദ ഡൊമൈൻ ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇതാണ് നമ്മളുടെ സർഫസ് ഇൻ്റഗ്രലും സർഫസ് ഏരിയയും. സർഫസ് ഇൻ്റഗ്രലിൽ ഫംഗ്ഷൻ 1 ആവുകയാണെങ്കിൽ സർഫസ് ഏരിയ ആയിട്ട് സർഫസ് ഏരിയ ആണ് അതിൻ്റെ. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ ഫോക്കസിങ് എന്ന് പറയുന്നത് ഇവിടം തൊട്ടാണ്. അതായത് വെക്റ്റർ ഫീൽഡ്സിലാണ് നമ്മൾ സർഫസ് ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് വെക്റ്റർ ഫീൽഡ്സ് സർഫസ് ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. സെയിം ആ നേരത്തെ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ഇവിടെ അത് എന്തായിട്ട് മാറുന്നു? ഓവർ വെക്റ്റർ ഫീൽഡ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താണെന്ന് നോക്കാം. ഇൻ ഓർഡർ ടു എക്സ്പ്രസ് സർഫസ് ഇൻ്റഗ്രൽ വിത്ത് വെക്റ്റർ ഫീൽഡ്സ് വി മസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദ നോർമൽ വെക്റ്റർ n cap. ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എക്സ് വൈ സെഡ് പ്ലെയിൻ വരയ്ക്കുമ്പോൾ നമ്മളിവിടെ ഒരു സർഫസ് ഡിനോട്ട് ചെയ്യാണ്, സർഫസ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, എഫ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു എപ്പോഴും ആ സർഫസിനെ n പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിലൊരു പാർട്ടിൻ്റെയാണ് നമ്മൾ പറഞ്ഞു ഡി എസ് എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ഈ ഓരോ പോയിന്റ് ഓഫ് വ്യൂവിലും ഓരോ സർഫസിൽ ഓരോ പോയിന്റുകൾ എടുത്താൽ അവിടെ നമുക്ക് എന്താണ്? നോർമൽ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ്, നോർമൽ. അപ്പോൾ ഇവിടുത്തെ പെർപെൻഡിക്കുലർ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോർമൽ വെക്റ്റേഴ്സ്. അതായത് ജനറലി നമ്മളിപ്പം പറയുന്നതിന് മുന്നേ ഇതങ്ങ് പറയാം, കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുത്തണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ സർഫസ് ഓരോ വെക്റ്റർ ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? ഓരോ സർഫസിൽ ഓരോ പോയിന്റ് എടുക്കുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? നോർമൽ വെക്റ്റേഴ്സ് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അത് നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ട്, അതായത് ആ പോയിന്റ് നമ്മൾ എടുക്കുന്ന വെക്റ്റർ ഇപ്പോൾ ഈ ഡയറക്ഷനിലാണെങ്കിൽ അതിന് നേരെ പെർപെൻഡിക്കുലർലി നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ അതിന് നേരെ എന്താ പറയുക, ഇതാണ് നമ്മളുടെ വെക്റ്റർ എങ്കിൽ അതിൻ്റെ നേരെ പെർപെൻഡിക്കുലറിലുള്ളതാണ് നമ്മളുടെ നോർമൽ വെക്റ്റർ എന്ന് പറയുന്നത്.
അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മളുടെ ഇവിടെ വെക്റ്റർ ഫീൽഡിൽ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തും കൂടെ വരും, ഫംഗ്ഷൻ വരും. നമ്മുടെ സർഫസ് ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ എൻ പാർട്ടായിട്ട് അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് എന്താണ്, ഇവിടെ ഒരു ഈ സർഫസിൽ നമ്മളൊരു ഫംഗ്ഷൻ ആദ്യമേ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നിട്ട് ആ ഫംഗ്ഷനെ എന്തും കൂടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. നമ്മുടെ സാധാരണ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഇൻറ്റു ഡി എസ് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്തും കൂടെ വരും, നമ്മളുടെ ഈ ഡി എസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് വരുന്നത്, വെക്റ്റർ ഡിഫറൻഷ്യലാണ് വരുന്നത്. അപ്പോൾ വെക്റ്റർ ഡിഫറൻഷ്യൽ വരുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ എന്തും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ നമ്മളുടെ നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ എന്താണ്, യൂണിറ്റ് നോർമൽ വെക്റ്റർ ആണ് വരുന്നത്. അപ്പോൾ എൻ ക്യാപ്പ് എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അതായത് ഇപ്പോൾ എൻ ക്യാപ്പ് ആണെങ്കിൽ അതിൻ്റെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എൻ ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് എന്ത് പറയുന്നത്, യൂണിറ്റ് നോർമൽ വെക്റ്റർ. അപ്പം നമ്മളിവിടെ ഒരു സർഫസ് ഇൻ്റഗ്രൽ ഓൺ വെക്റ്റർ ഫീൽഡ്സിൽ നമ്മൾ സർഫസ് ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവിടെ ആരെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, നോർമൽ വെക്റ്റർ ഒരു എന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ത്രൂ ഔട്ട് ദാറ്റ് നോർമൽ വെക്റ്റേഴ്സ് നമുക്ക് എന്താണ്, ആ നോർമൽ വെക്റ്റേഴ്സിൻ്റെ രൂപം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ വെക്റ്ററിൻ്റെ പെർപെൻഡിക്കുലർ ഫാഷനിലായിരിക്കും വരുന്നത്, പെർപെൻഡിക്കുലർ രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആൻഡ് ഇതാ നോക്കിക്കോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സർഫസ് ഇൻ്റഗ്രൽസ് എങ്ങനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞാൽ നമ്മൾ എഫ് ഡി എസ് എന്നാണ്. എഫ് ഡി എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡി എസ് എന്ന് പറയുന്നതിനകത്ത് എന്തും കൂടെ വരും, എൻ ക്യാപ്പ്, അതായത് ത്രൂ നമ്മുടെ നോർമൽ വെക്ടേഴ്സും കൂടെ അതിൽ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഇതാണ് എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ഇൻ്റഗ്രൽ. പല രീതിയിൽ നമ്മൾ ഡിനോഷൻ ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ നമ്മളുടെ സർഫസിൽ യൂസിങ് സർഫസ് ഇൻ്റഗ്രൽസ് വിത്ത് വെക്റ്റർ ഫീൽഡ്സിൽ നമ്മൾ എങ്ങനെ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സർഫസ് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ എന്താണ് നമ്മളുടെ ഒരു നോർമൽ വെക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിന് ഡോട്ട് പ്രൊഡക്റ്റ് വരുമെന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. ഹിയർ ദ വെക്റ്റർ ഡിഫറൻഷ്യൽ ഡി എസ് റെപ്രസെൻറ്റ്സ് എ വെക്റ്റർ ഏരിയ എലമെൻറ്റ് ഓഫ് എ സർഫസ്. അപ്പോൾ അവിടുത്തെ എന്താണ്, നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ ഡി എസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ പാർട്ടിൻ്റെ, അതായത് നമ്മൾ സർഫസിൻ്റെ എൻ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു സ്മോൾ പാർട്ടിൻ്റെ എന്താണ് ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. ഇവിടെ അത് എന്തായിട്ട് മാറും, ആ ഏരിയ എന്ന് പറയുന്നത് വെക്റ്റർ ഏരിയ ആയിട്ട് മാറും. അപ്പോൾ ആ വെക്റ്റർ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു നോർമൽ അവിടെ ഉണ്ടാകും, നോർമൽ വെക്റ്റർ അവിടെ ഉണ്ടാകും, ഡിഫൈൻ ചെയ്യണം നമ്മൾ. അതുകൊണ്ടാണ് ഇത് എന്തായിട്ട് മാറിയത്, നമ്മളുടെ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് എന്ന് വന്നത്. ബാക്കിയെല്ലാം മുകളിൽ ചെയ്യുന്ന പോലെ തന്നെ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം നമ്മൾ നോക്കുകയാണ്. Evaluate the surface integrals I is equal to integral over s a dot ds. നമ്മൾ ഈ ഡിനോഷൻ ഈ രീതിയിലും ഡിനോട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. നമ്മളിപ്പം എഫ് ഡി ഡോട്ട് ഡി എസ് എഫ് ഡി എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വലി അർത്ഥം എന്താണ്, ഇൻ്റഗ്രൽ ഓവർ എസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇൻ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ്, ഇതാണ് നമ്മുടെ അർത്ഥം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവാലുവേറ്റ് ദിസ് സർഫസ് ഇൻ്റഗ്രൽസ് ദിസ് and a is equal to തന്നിട്ടുണ്ട് എന്താണ് xi and s is the surface of the hemisphere x square plus y square plus z square equal to a square. നമ്മൾ സർഫസ് തന്നിട്ടുണ്ട്, എന്താണ് നമ്മുടെ സർഫസ് എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിൻ്റെ സർഫസ് ആണ് തന്നിരിക്കുന്നത് വിത്ത് z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സർഫസ് ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്കറിയാം ഹെമിസ്ഫിയർ എങ്ങനെ ആയിരിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലേ. നമുക്കറിയാം ഹെമിസ്ഫിയർ എന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ബേസ് പാർട്ട് എന്ന് പറയാൻ നമുക്കറിയാം ഒരു സർക്കിൾ ആയിരിക്കും കിട്ടുന്നതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ സർഫസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹെമിസ്ഫിയർ ആണ് നമ്മുടെ സർഫസ് എന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ എന്താണ് ഒരു വെക്ടർ തന്നിട്ടുണ്ട്, a is equal to xi എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഫങ്ഷൻ ആദ്യം, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പാരാമീറ്ററൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു പല രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ വെക്ടർ ഉള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പറയുന്നത്.
വെക്റ്ററിൻ്റെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് കാർട്ടീഷ്യൻ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്ത് ഇതേ പ്രോബ്ലം നമുക്ക് ചെയ്യാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാരാമീറ്ററൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെമിസ്ഫിയറിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് എഴുതുക. എന്നിട്ട് നമുക്കറിയാം സ്പെറിക്കൽ, നമ്മളിപ്പോൾ ഇവിടുത്തെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആയതുകൊണ്ട് തീറ്റ ആൻഡ് ഫൈ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. സ്പെറിക്കൽ കോർഡിനേറ്റ്സ്, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആരെയൊക്കെ ആയിട്ട് എടുക്കും? തീറ്റയും ഫൈ. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സ് ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇനി എന്താണ് എക്സ് വൈ, കാരണം നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞു പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു ആ സർഫസിലൊരു വെക്ടറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം, ആർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആർ യു, ആർ വി. ഇവിടെ നമ്മുടെ എന്തായിരിക്കും? ആർ തീറ്റ ആൻഡ് ആർ ഫൈ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് അവരുടെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ആഫ്റ്റർ ദാറ്റ് അവരുടെ മോഡുലസ് കണ്ടുപിടിച്ചിട്ട് അതേപോലെ അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതാണ് നമ്മളുടെ ജനറൽ പ്രൊസീജിയർ നമ്മൾ പറഞ്ഞത്, ടു ഫൈൻഡ് ദി സർഫസ് ഇൻറ്റഗ്രൽസ് യൂസിങ് പാരാമീറ്ററൈസേഷൻ മെത്തേഡ്. അപ്പോൾ ആ മെത്തേഡ് ഉപയോഗിച്ചാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് നമ്മൾ എടുക്കുന്നത് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എന്തായിരിക്കും? എ സൈൻ തീറ്റ കോസ് ഫൈ. ഇത് കോർഡിനേറ്റ്സ് നിങ്ങൾ പഠിച്ചതാണ് നേരത്തെ. അപ്പോൾ എ സൈൻ തീറ്റ കോസ് ഫൈ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ സൈൻ ഫൈ ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സിനെ ഡിഫൈൻ ചെയ്യുക. സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? തീറ്റ ആൻഡ് ഫൈ. ഇങ്ങനെയാണെങ്കിൽ അപ് ടു എവിടെ ആയിരിക്കും തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്? 0 to π/2 ആസ് ഇറ്റ് ഈസ് എന്താണ്? ഒരു ഹെമിസ്ഫിയർ ആയതുകൊണ്ട്. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? തീറ്റയുടെ വാല്യൂ 0 to π/2. അതുപോലെ ഫൈയുടെ വാല്യൂ എവിടെ മുതലായിരിക്കും പോകുന്നത്? 0 മുതൽ പൈ വരെ, 2π വരെ ആയിരിക്കും പോകുന്നത് അല്ലേ, ത്രൂ ഔട്ട്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 0 to π/2, ഫൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 to 2π വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിവിടെ എഴുതിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ആർ, ഇനി നമ്മൾ എന്താ ചെയ്യണം? ആർ നമ്മുടെ ജനറലി നമ്മുടെ ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് നമ്മുടെ സ്പെറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് ആക്കുവാണ് നമ്മളുടെ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആർ തീറ്റ ഫൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സിന് പകരം ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വില, ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വില എന്ന് പറയുന്നത് എന്താണ്? എക്സിന് പകരം എ സൈൻ തീറ്റ കോസ് ഫൈ ആയി പ്ലസ് വൈയുടെ പകരം എ സൈൻ തീറ്റ സൈൻ ഫൈ ജി പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ കെ. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളുടെ ക്വസ്റ്റ്യനിൽ സർഫസ് ഇൻറ്റഗ്രൽ ഓവർ ദ സർഫസ് എസ് എ ഡോട്ട് ഡി എസ് ആ കണ്ടുപിടിക്കേണ്ടത്. ഇത് സർഫസ് ഇൻറ്റഗ്രലിന് ഡിനോട്ട് ചെയ്യുന്ന ഒരു ഡിനോഷൻ മാത്രമാണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ എയുടെ വാല്യൂ തന്നിട്ടുണ്ട്, നമ്മുടെ വെക്ടർ. അതുപോലെ തന്നെ ഇതും തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സർഫസ് എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്ന സർഫസ് നമ്മുടെ ഹെമിസ്ഫിയർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ പാരാമീറ്ററൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സർഫസിൽ എഴുതി, ഇതാണ് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പാരാമീറ്ററൈസേഷൻ മെത്തേഡിലാണ് തീറ്റ ഫൈ ആണ് നമ്മുടെ പാരാമീറ്റേഴ്സ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിൽ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു വെക്ടർ അവിടെ ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനിയും നമ്മുടെ പാരാമീറ്റേഴ്സിൽ വെച്ചിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആർ തീറ്റ എന്ന് പറയുന്നത് ആരായിരിക്കും വരുന്നത്? ഈ തൊട്ട് മുകളിലുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം? ഈ ആർ തീറ്റ ഫൈനെ എന്ത് ചെയ്യാം? തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തോ എ കോസ് ഫൈ അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സൈൻ തീറ്റേനെ മാത്രം ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? കോസ് തീറ്റ. ബാക്കി അതുപോലെ തന്നെ എ കോസ് തീറ്റ കോസ് ഫൈ. അടുത്ത പാർട്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? എ സൈൻ ഫൈ. വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് നമ്മൾ ഈ ഇക്വേഷനെ മുഴുവൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിട്ട് മാറും? എ കോസ് തീറ്റ സൈൻ ഫൈ ജെ. അടുത്ത എന്താ വരുന്നത്? പ്ലസ് എ കോസ് തീറ്റ എന്തായിട്ട് മാറും? മൈനസ് സൈൻ തീറ്റ. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്തായാലും മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് എ സൈൻ തീറ്റ കെ എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് ഈ ഇക്വേഷൻ നമ്മൾ തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തു, വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് എന്താണ്? ഫൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ് ഇത്. ഫൈ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്താ വരുന്നത്? എ സൈൻ തീറ്റ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോസ് ഫൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? മൈനസ് സൈൻ ഫൈ. അതാണ് മൈനസ് എ സൈൻ തീറ്റ സൈൻ ഫൈ. പ്ലസ് അടുത്ത എന്ത് വരും? എ സൈൻ തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കും. സൈൻ ഫൈനെ, അതായത് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ? സൈൻ ഫൈ എന്തായിട്ട് മാറും? കോസ് ഫൈ. അപ്പോൾ എ സൈൻ തീറ്റ കോസ് ഫൈ ജെ. പ്ലസ് അടുത്തത് എന്താണ്? ഇവിടെ ഫൈയുടെ ടേംസേ ഇല്ല.
സോ അവിടെ 0 ആയിട്ട് മാറും. +0 k +0 k. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്തൊക്കെയാണ്? r തീറ്റ. നമ്മൾ ഫസ്റ്റ് നമ്മുടെ വെക്ടറിനെ പാരാമീറ്റർ അവിടെ നമ്മുടെ സർഫസിൽ ഒരു ഒരു വെക്ടർ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ് അത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആൻഡ് ഫൈ നമ്മുടെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? r തീറ്റ ക്രോസ് r5 ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, യൂസിങ് ദ ഡിറ്റർമിനൻ്റ് ആണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് i j k r തീറ്റയുടെ കോയിഫിഷ്യൻറ്റുകളാണ് ഈ പെറുക്കി എഴുതിയതെല്ലാം. അടുത്ത r5യുടെ കോയിഫിഷ്യൻറ്റുകളെല്ലാം ഇത് എഴുതി. എന്നിട്ട് നമ്മൾ സാധാരണ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ക്രോസ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താ വരുന്ന i ഇൻറ്റു ഫസ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇതും ഒക്കെ എല്ലാം ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂസ് എന്തായിട്ട് മാറും? ഇതാ ഇങ്ങനെ വരും. a സ്ക്വയർ. ഫസ്റ്റ് ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ കാണിക്കാം. എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ എന്താണ് ഇത് രണ്ടുകൂടെ മാറ്റി i ഇൻറ്റു എന്താണ് ഇത് 0 ആയിപ്പോവും, മൈനസ് പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ പ്ലസ് എന്താ വരും? a സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് ഫൈ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ബാക്കി ഓരോന്നും കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് അത് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? അതെല്ലാം പെറുക്കി ഒന്ന് അടുക്കി എഴുതിയതാണ്. ദാറ്റ് ഈസ് i ഇൻറ്റു നമുക്ക് r തീറ്റ ക്രോസ് r5 എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്? i ഇൻറ്റു a സ്ക്വയർ സൈൻ തീറ്റ കോസ് ഫൈ സൈൻ സ്ക്വയർ തീറ്റ കോസ് ഫൈ പ്ലസ് j ഇൻറ്റു a സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ ഫൈ പ്ലസ് k ഇൻറ്റു a സ്ക്വയർ സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാം. മോഡുലസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ഇത് റൂട്ട് ഓഫ് മോഡുലസ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഇതിൻ്റെ ഓരോ കോഎഫിഷ്യൻറ്റുകളെ എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയേഴ്സ് ചെയ്യുക. ഈ ഓരോ കോഎഫിഷ്യൻറ്റുകളുടെയും സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്ത് റൂട്ടിലിടുക. അപ്പോൾ റൂട്ട് ഓഫ് എന്താ വരുന്നത്? ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? a⁴ sin⁴ തീറ്റ കോസ് സ്ക്വയർ ഫൈ പ്ലസ് അടുത്ത ടേമിനെ ചെയ്യുമ്പോൾ a⁴ sin⁴ തീറ്റ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് അടുത്ത ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ക്വയർ ചെയ്യുമ്പോൾ a⁴ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇത്രയും റൂട്ടിനകത്താണുള്ളത്. ഓക്കെ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഫസ്റ്റ് രണ്ട് ടേംസിനകത്തോണ്ട് a⁴ ഞാൻ കോമൺ എടുത്തു. a⁴ കോമൺ എടുത്താൽ a⁴ sin⁴ തീറ്റയും കോമൺ എടുത്താൽ നമുക്ക് ബാക്കി ആര് വരും? കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻസ്. ഈ രണ്ട് ഫസ്റ്റ് ടേംസിൽ നിന്ന് a⁴ സൈൻ ഇത്രയും ഭാഗം ഈ രണ്ട് ടേംസിനകത്തൊന്നും കോമൺ എടുത്താൽ ബാക്കി ആര് വരും? കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ. അതെന്തായാലും നമുക്കറിയാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നതും കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അതിൻ്റെ വാല്യൂ 1 ആണെന്ന് നമുക്കറിയാം. സോ അത് വരും. ഇവിടെ ദാണ്ട് അതിനെ കോമൺ എടുത്തു ഫസ്റ്റ്. എന്നിട്ട് സെക്കൻഡ് ലാസ്റ്റ് ടേം അതുപോലെ തന്നെ a⁴ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇനി അതിനുശേഷം എന്താണ്? ഈ രണ്ട് ടേംസിനകത്തൊന്ന് ആര് കോമൺ എടുക്കാം? a⁴ സൈൻ സ്ക്വയർ തീറ്റയാണ് ഇവിടെ, sin⁴ തീറ്റയാണ്. അപ്പോൾ ഇവിടെ ആരെ കോമൺ എടുക്കാം? നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ഫോൺ എടുക്കാം. അപ്പോൾ a⁴ സൈൻ സ്ക്വയർ തീറ്റ കോമൺ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേംസിനകത്തുനിന്ന് a⁴ സൈൻ സ്ക്വയർ തീറ്റ കോമൺ എടുക്കുമ്പോൾ ബാക്കി ഇവിടുന്ന് ആര് വരും? sin⁴ ആണ്. അപ്പോൾ ബാക്കി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ ആരുണ്ട്? കോസ് സ്ക്വയർ തീറ്റ. വീണ്ടും അതെന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ജസ്റ്റ് ലാസ്റ്റ് നമുക്ക് മോഡുലസ് എടുക്കുമ്പോഴത്തേക്ക് ബാക്കി വരുന്നത് റൂട്ട് ഓഫ് a⁴ സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് വാല്യൂ റൂട്ടിന് പുറത്ത് വരുമ്പോൾ a² സൈൻ തീറ്റ ആണ് വരും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് r തീറ്റ ക്രോസ് r5യുടെ മോഡുലസ് വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. എന്താ വേണ്ടത്? നമുക്കിവിടെ വെക്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ പാരാമീറ്ററൈസേഷൻ അവിടെ നമ്മൾ ജനറലി ഫസ്റ്റ് പറഞ്ഞ സർഫസ് ഇൻ്റഗ്രൽസ് യൂസിങ് പാരാമീറ്ററൈസേഷൻ മെത്തേഡാണ്. അണ്ടർ വെക്റ്റർ ഫീൽഡ്സ് വരുമ്പം അതേ പ്രോസസ്സിൽ ഞാൻ പറഞ്ഞു എന്താണ്? നമുക്ക് നോർമൽ വെക്ടറും കൂടെ ആക്കണം. അപ്പോൾ ആ നോർമൽ വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? n⁻= എന്തായിരിക്കും? ഈ ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതിന് എന്ത് ചെയ്യുക? നോർമലൈസ് ചെയ്താൽ മതി. അതായത് r തീറ്റ ക്രോസ് r5 ബൈ മോഡ് r തീറ്റ ക്രോസ് r5. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂസ് എല്ലാം r തീറ്റ മുകളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. r തീറ്റ ക്രോസ് r5 അതുപോലെ ആ മോഡ് ഓഫ് അതിൻ്റെ വാല്യൂസ് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുകളിൽ കിട്ടുന്ന ഒരു വെക്ടറാണ്, താഴെ കിട്ടുന്നത് അതിൻ്റെ സ്കെയിലാർ വാല്യൂ ആയിരിക്കും. അപ്പോൾ അത് എല്ലാം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഇത് ഓരോന്നിനും ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. അതായത് ഡിനോമിനേറ്റർ ഓരോന്നിനും കൊടുക്കുക. ഫസ്റ്റ് ടേമിന്, സെക്കൻഡ് ടേം, തേർഡ് ടേമിന് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് a² സൈൻ തീറ്റ എന്ന് പറഞ്ഞ ടേംസ് എല്ലായിടത്തും ഒന്ന് ക്യാൻസലായി പോകും. ബാക്കി വന്നതാണ് അതായത് n ക്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയത് എന്താണ്? i ഇൻറ്റു സൈൻ തീറ്റ കോസ് ഫൈ പ്ലസ് j ഇൻറ്റു സൈൻ തീറ്റ സൈൻ ഫൈ പ്ലസ് k കോസ് തീറ്റ. ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് നമ്മളുടെ n ക്യാപ്പ് കിട്ടിയത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്?
എ ഡോട്ട് എൻ ക്യാപ്പ്. എ ഡോട്ട് എൻ ക്യാപ്പ് ആണല്ലോ നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ എ ഡി എസ് എന്ന് പറയുന്നത് ആക്ച്വലി ഓവർ ദ എസ് എന്ന് പറഞ്ഞാൽ ഓവർ സർഫസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എന്ത് തന്നെയാണ് എ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് ആണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇനിയാണ് നമുക്ക് എ ഡോട്ട് എൻ ക്യാപ്പ് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനി അതിന് എന്താണ് എ ഡോട്ട് എൻ ക്യാപ്പ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി എ ഡോട്ട് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് എക്സ് ഐ ആണ്. ഇതാ എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ് എക്സ് ഐ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് ഐ ഡോട്ട് ബാക്കി എൻ ക്യാപ്പിൻ്റെ വില ഇപ്പോൾ നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ താഴോട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ കണ്ടുപിടിച്ച് വെച്ച വില അതുപോലെ തന്നെ ഇങ്ങോട്ട് എഴുതിയേക്കാണ്. ഇനി നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ് കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ഐ ഡോട്ട് ഇവിടെ ആണെങ്കിൽ എന്താണ് ജെയുടെയും കെയുടെയും കമ്പോണൻസ് എല്ലാം 0 ആണ്. അപ്പോൾ ആകെ വരുന്നത് എന്താണ് ഐയുടെ കമ്പോണൻസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. ദാറ്റ് മീൻസ് അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ കോസ് ഫൈ. ഇനി നമുക്കറിയാം എന്താണ് എക്സിൻ്റെ വാല്യൂ യൂസിങ് പാരാമീറ്ററൈസേഷൻ മെത്തേഡ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് എ സൈൻ തീറ്റ കോസ് ഫൈ ആണ്. അത് അതുപോലെ തന്നെ എഴുതി. ബാക്കി സൈൻ തീറ്റ കോസ് ഫൈ അതുപോലെ തന്നെ എഴുതി. അപ്പോൾ നമുക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടത്, ഒരുമിച്ച് എഴുതിയാൽ മതി. എ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ. അപ്പോൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ആഫ്റ്റർ ദാറ്റ് നമുക്കറിയാവുന്നതാണ് ഇത് ഐ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എസ് എ ഡോട്ട് ഡി എസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിച്ചു. ഇത് കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇൻറ്റഗ്രൽ ഓവർ എസ് എ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസ് ആണ്. അപ്പോൾ ഇത് എ ഡോട്ട് എൻ ക്യാപ്പ് ഡി എസിൽ നമ്മളെ പാരാമീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞത് തീറ്റയും ഫൈ ആണെന്നറിയാം. അണ്ടർ തീറ്റ. അപ്പോൾ എൻ്റെ എന്താ പറയണ്ടേ നമ്മളുടെ കോഎഫിഷ്യൻസ് കൊടുക്കുകയാണ്. അതായത് ഓരോന്നിൻ്റെ റേഞ്ച് തീറ്റയുടെ റേഞ്ച് നമുക്കറിയാം എന്താണ് 0 to π/2 ആണ്. അതുപോലെ തന്നെ ഫൈയുടെ റേഞ്ച് നമുക്കറിയാം അപ് ടു എത്രയാണ് 2π വരെയാണ് അത് പോകുന്നത്, 0 to 2π. അപ്പോൾ അതങ്ങോട്ട് കൊടുത്തു. അതുപോലെ തന്നെ സാധാ ഇൻറ്റഗ്രേഷന് മാത്രമേ ഉള്ളൂ 0 to π/2 ആൻഡ് 0 to 2π എ സൈൻ സ്ക്വയർ തീറ്റ. ഇതിൻ്റെ വാല്യൂ ആണ് എ ഡോട്ട് എൻ ക്യാപ്പ് തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചതാണ് ഇത്രയും. ബാക്കി ഡി എസിൻ്റെ വില എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്, നമ്മൾ സർഫസിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് ഇതായി വന്നിരിക്കുന്നത് എ സ്ക്വയർ സൈൻ തീറ്റ ഡി ഫൈ ഡി തീറ്റ. ഇതെല്ലാം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ അങ്ങ് പോകുന്നത്. ഇത് സാധാരണ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഇതാ ഇവിടെ എ ഇൻറ്റു എ സ്ക്വയർ എന്ത് വരും എ ക്യൂബ്. ബാക്കി സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ ക്യൂബ് തീറ്റ കോസ് സ്ക്വയർ ഫൈ ഡി തീറ്റ ഡി ഫൈ ഡി തീറ്റ. അതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡി ഫൈയുടെ ഫസ്റ്റ് ഡി ഫൈ വെച്ചിട്ട് വേണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് എന്താണ് ഡി തീറ്റ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അതിലിപ്പോൾ ഞാൻ രണ്ടാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. 0 to π/2 എ തീറ്റയുടെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതി. എന്താ വരുന്നത് ഇതാ നോക്കിയോ, തീറ്റയുടെ ടേംസ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് കോൺസ്റ്റൻറ്റ് പുറത്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. എ ക്യൂബ് സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ അത് ഒരുമിച്ച് എഴുതി. ബാക്കി ആരൊക്കെയുണ്ട് 0 to 2π കോസ് സ്ക്വയർ ഫൈ ഡി ഫൈ. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ എഴുതി. ഫസ്റ്റ് നമ്മൾ എന്താണ് ഈ ഫൈനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഫൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ ഫൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ് 1 + cos 2θ/2 ആണ്. അതേപോലെ തന്നെ ഇവിടെ എന്ത് വരും, തീറ്റയ്ക്ക് വരെ ഇവിടെ 5 വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 + cos 2π/2 എന്ന് വരും. ഇൻറ്റഗ്രേറ്റ് ചെയ്യാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ എന്താ വരുന്നത്, ഇതേ തന്നെ ഫോർമുല സൈൻ സ്ക്വയർ 5 വരുമ്പോൾ എന്താണ് വരുന്നത്, ഈ നടുക്ക് പ്ലസ് എന്നുള്ളത് എന്തായിട്ട് മാറും മൈനസ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ സൈൻ സ്ക്വയർ 5. ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചതാണ്. അപ്പം 0 to π/2 എ ക്യൂബ് സൈൻ ക്യൂബ് തീറ്റ ഡി തീറ്റ ഇൻറ്റു ബാക്കി കാര്യങ്ങൾ വരും. അപ്പോൾ എന്ത് വരുന്നത്, ഇത് അതുപോലെ തന്നെ എഴുതി. ഇവിടെ 1/2 ഞാൻ പുറത്തേക്ക് എടുത്തതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 1/2 വരുമല്ലോ, അത് പുറത്തേക്ക് എടുത്തതാണ്. ബാക്കി അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്, ഇവിടെ നമുക്കിപ്പോൾ 1/2 പുറത്ത് പോയാൽ ബാക്കി ഇവിടെ ആരുണ്ട് 1 + cos 2φ. ഇതിനെ ഓരോന്നേയും വിത്ത് റെസ്പെക്ട് ടു ഡി ഫൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 1 ഡി ഫൈ എന്ന് പറഞ്ഞ ഇൻറ്റഗ്രൽ വാല്യൂ എന്താണ് പറഞ്ഞാൽ 5 ആണ്. അടുത്ത cos 2φനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2φ/2 എന്നാണ് കേട്ടോ വരുന്നത്. ഇവിടെ പ്ലസ് ആട്ടോ.
sin 2π/2 എന്നാണ് വരുന്നത്. cos 2π ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഇനി ലിമിറ്റ് കൊടുക്കുക 0 to 2π. 0 to 2π കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? ഇവിടെ പ്ലസ് ആണ് കേട്ടോ വരുന്നത്. ഈ ഇവിടുത്തെ ടേമിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ 1/2 ഇൻറ്റഗ്രൽ 0 to 2π/2 a³ sin³ d θ. ബാക്കി ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് π + 2π കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താകും? 0 ആയിപ്പോകും. കാരണം sin nπയുടെ വില 0 ആണെന്ന് നമുക്കറിയാം. സോ അതങ്ങ് പോകും. പിന്നെ ബാക്കി ആരുണ്ട്? 0 കൊടുക്കുമ്പോഴത്തേക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴേ അത് 0 ആയിപ്പോകും. ബാക്കി ഇവിടെ ആരുള്ളൂ? 2π മാത്രമേ ഉള്ളൂ. സോ 1/2 ഇൻറ്റഗ്രൽ 0 to π/2 a³ sin³ θ × 2π dθ. ഇനി ആഫ്റ്റർ ദാറ്റ് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് കോൺസ്റ്റൻറ്റുകളെല്ലാം ഇറക്കാം. ഇവിടുന്ന് 2ഉം ഈ 2ഉം ക്യാൻസലായി പോവും. പിന്നെ ആരുണ്ട്? π a³ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. 0 to π/2 ആരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക? sin³ θ dθ. sin³ θ ഞാൻ 2 ആക്കി മാറ്റി. sin² θ × sin θ. ഡയറക്റ്റ്ലി ഇവിടെ വെച്ച് തന്നെ നമുക്ക് sin³ θയുടെ ഫോർമുല ഇട്ട് കൊടുത്ത്, അതറിയാമെങ്കിൽ അത് ഇട്ട് കൊടുത്ത് അങ്ങനെ ഇട്ട് കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. അല്ല എങ്കിൽ ഇതുപോലെ തന്നെ sin³ θ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യുക. sin² θ × sin θ എന്നിട്ട് ചെയ്തിട്ട് ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുക? ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് sin² θയ്ക്ക് ഞാൻ 1 - cos² θ എന്ന് പറഞ്ഞ് നമുക്കറിയാം. sin² θ + cos² θ = 1 ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് sin² θയുടെ വില നമുക്ക് എന്ത് കൊടുക്കാം? എഴുതാം. sin² θ + cos² θയുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. അതിൽ നിന്ന് sin² θ എന്താ വരുന്നത്? ഈ cos² θ അങ്ങ് അപ്പുറത്ത് പോകും. അപ്പോൾ എന്താ വരുന്നത്? 1 - cos² θ. അതാണ് ഇതിന് പകരം ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. ബാക്കി അതുപോലെ തന്നെ sin θ dθ. ഇത് നമുക്ക് എന്താ ഇവിടെ ഞാനിവിടെ cos θയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. u എന്ന് പറഞ്ഞ് കൊടുത്തു. അവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -sin θ dθ = du. നമുക്കിവിടെ sin θ dθ ഉള്ളൂ. അപ്പോൾ sin θ dθ എന്ത് വരും? -du എന്ന് വരും. ഇതിനപ്പുറത്തേക്ക് നമുക്ക് ലിമിറ്റ് ഇത് ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 0 to π/2 എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുക. തീറ്റ എന്ന് പറയുന്നത് 0 ആകുമ്പം ഇവിടെ കൊടുക്കുക cos 0. അപ്പോൾ യുവിൻ്റെ വാല്യൂ എന്താ വരുന്നത്? തീറ്റ 0 ആകുമ്പം cos 0 എന്ന് പറയുന്നത് യുവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും വരുന്നത്. അതുപോലെ തീറ്റ എന്ന് പറയുന്നത് π/2 കൊടുക്കുമ്പോഴത്തേക്ക് cos π/2 എന്ന് പറയുന്നത് 0. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് നോക്കി 1 to 0. ലോവർ ലിമിറ്റ് തീറ്റ 0 കൊടുത്തപ്പോൾ u 1 എന്നും കിട്ടി. തീറ്റ π/2 എന്ന് കൊടുത്തപ്പോൾ എന്താണ്? u 0 എന്ന് കിട്ടി. അപ്പോൾ 1 to 0 × 1 - cos² θ. അതിൽ നിന്ന് cos θയ്ക്ക് പകരം നമുക്ക് u ആണെന്നറിയാം. അപ്പോൾ cos² θ എന്തുവാകും? u² എന്നാവും. ഇൻറ്റു ഈ sin θ dθ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? -du. ഈ മൈനസ് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ പോയെന്നേ ഉള്ളൂ. അപ്പോൾ 1 - u² × -d. ഈ മൈനസ് ഇൻറ്റു ഇൻറ്റഗ്രലിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് നമ്മുടെ ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ്സ് നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം. ഇൻറ്റഗ്രൽ 0 to 1 - u² du എന്ന് വരും. അപ്പോൾ പുറത്ത് π a³ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എന്ത് വരും? സാധാരണ ഇൻറ്റഗ്രേഷൻ അറിയാമല്ലോ, ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ. അപ്പോൾ എന്താ വരുന്നത്? u - 1 duവിനെ ഇൻറ്റഗ്രേറ്റ്, ഓരോന്നിനെയും വിത്ത് റെസ്പെക്ട് ടു u ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u ആവും, u² ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u³ ആവും. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക ഫ്രം 0 to 1. 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? അപ്പർ ലിമിറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എല്ലാം 0 ആയി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? 1 - 1/3 എന്ന് വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വരാം? π ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് 2/3 എന്ന് വരും. അപ്പോൾ π a³ × 2/3 എന്ന് പറഞ്ഞാൽ 2π a³/3. ഇതാണ് നമ്മളുടെ ആൻസർ വന്നത്. അപ്പോൾ പാരാമീറ്ററൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു സർഫസ് ഇൻറ്റഗ്രൽസ് ഓവർ എ വെക്റ്റർ ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു പ്രോബ്ലമാണ് ഇന്നിപ്പോൾ തന്നത്. ഇത് തന്നെ നമ്മളുടെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അതായത് നമ്മളുടെ സർഫസിനെ നേരെ നമുക്കൊരു XY പ്ലെയിനിലേക്ക് നമ്മളുടെ ഏത് പാർട്ടാണോ വേണ്ടത് അതിനെ ഒരു XY പ്ലെയിനിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതി എന്ന് പറയുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് നോക്കുക. പാരാമീറ്ററൈസേഷൻ മെത്തേഡിൽ പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകൂടെ പറയാൻ, ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ പാരാമീറ്റേഴ്സ് നമ്മളുടെ ഇവിടെ ഇപ്പം ഞാൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാരാമീറ്റേഴ്സായിട്ട് തീറ്റയും ഫൈയും ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ ഒരു വെക്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്നിട്ട് ഈ വെക്ടേഴ്സിനെ ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്കതിനെ എന്താണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം.
ആഫ്റ്റർ ദാറ്റ് എന്താണ് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ആർ തീറ്റ ആർ ഫൈ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആർ തീറ്റ ക്രോസ് ആർ ഫൈ കണ്ടുപിടിക്കുക. ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ മോഡൽസ് കണ്ടുപിടിക്കുക. ആ മോഡൽസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോർമൽ വെക്റ്റർ നമ്മൾ ഒരു വെക്റ്റർ ഫീൽഡിൽ കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ എ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ആക്ച്വലി ഡി എസിൻ്റെ വില എന്ന് പറയുമ്പോൾ അവിടെ ആരും കൂടെ വരും എന്നാണ് പറഞ്ഞത്, നമ്മുടെ നോർമൽ വെക്ടറോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മുടെ ഇവിടുത്തെ നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ആർ തീറ്റ ക്രോസ് ആർ ഫൈ ഡിവൈഡഡ് ബൈ എന്താണ് അതിൻ്റെ മോഡലസ് വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ വെക്ടർ. അത് മാത്രം കണ്ടുപിടിക്കുന്ന കുറച്ച് താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ, നേരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇതാണ് പാരാമീറ്ററൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക, അല്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.